ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. ഇത് നമ്മുടെ ചെറിയ പെരുന്നാളിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പൊ നമ്മളിത് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു നല്ല മധുഹൂത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മധുഹൂത്തിന്റെ മസാലക്കൂട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാനിതാ ഒരു ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമല്ലി എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ തക്കോലം, ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതിന് ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇതിന് നമുക്കിതാ നമ്മളെ കപ്സ, മജ്ബൂസ്, മധുഹൂത്ത് ഒക്കെ ഈ മസാല കൂട്ടുകൊണ്ട് ഉണ്ടാക്കട്ടോ നമുക്ക്. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കേട്ടോ ഞാനിത് നമ്മുടെ മധുഹൂത്തൊക്കെ ഇടുന്നത്. അപ്പൊ നമ്മുടെ മധുഹൂത്തിന്റെ മസാല ഇത് അവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഞാനിത് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പൊതിനയും തക്കാളിയും പച്ചമുളകും നന്നായിട്ട് അരച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സവോള, ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ, വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഒരു കോഴി എടുത്തിട്ട് അത് 4 പീസാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ വീണ്ടും ഞാനിതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ചെറിയ ജീരകം, കുരുമുളക്, പച്ചമല്ലി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും. പിന്നെ അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഉണക്ക നാരങ്ങ. പിന്നെ നമ്മുടേതാ മധുഹൂത്തിന്റെ മസാല ഉണ്ടോ. മസാല നമ്മൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ മധുഹൂത്തിന്. പിന്നെ നമ്മൾ അരച്ചു വെച്ച സാധനങ്ങളാണ് കേട്ടോ ഇത്. നമ്മൾ മല്ലിച്ചപ്പും പൊതിനയും പച്ചമുളകും തക്കാളിയൊക്കെ പിന്നെ ഇത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. ഈ മസാല ഈ ചിക്കനിലൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പൊ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഞാനിതാ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊരു വിസിലടിക്കാം കേട്ടോ ചെയ്യുന്നത്. ഒറ്റ വിസിലിട്ടോ. പിന്നെ ഞാനിതാ നന്നായിട്ട് വിസിലൊക്കെ ഒരു വിസിൽ ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കേട്ടോ ഇത് ഇനി വെന്ത് കിട്ടേണ്ടത്. അപ്പം ഞാനിതാ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇതാ നന്നായി കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ അത് കുതിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കനാണ് കേട്ടോ, ചുമന്ന ക്യാപ്സിക്കനും പച്ച ക്യാപ്സിക്കനും കേട്ടോ ഇട്ട് കൊടുക്കണേ. പിന്നെ ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം ഞാൻ ഇത് അടച്ചു വെക്കാം കേട്ടോ. ഇതിൻ്റെ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ മതി കേട്ടോ നമ്മളെ മധുഹൂത്തിന്. അപ്പൊ തന്നെ ഞാനിത് അതിൻ്റെ എയർ പിന്നെ വീണ്ടും കളയുന്നതാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കട്ടോ നമ്മൾ മധുഹൂത്ത് വെച്ച്. അപ്പൊ നമ്മുടെ മധുഹൂത്ത് അവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ നമുക്ക്. അപ്പൊ നമ്മളെ മധുഹൂത്ത് അവിടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും ഇങ്ങനെ മധുഹൂത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപാര രുചിയാണ് കേട്ടോ നമ്മൾക്കിത് കഴിക്കാന്. പിന്നെ നമ്മുടെ മധുഹൂത്തൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ കാട കഴുകിയെടുക്കാം കേട്ടോ. കാട പൊരിച്ചെടുക്കാനാണ് കേട്ടോ. അതിലേക്കുള്ള മസാലകളാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അരച്ചതാണ് കേട്ടോ ഇത്. പിന്നെ അതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, പിന്നെ നമ്മൾ ഗരം മസാല ഉണ്ട്. ഗരം മസാല നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കണ്ടോ, എന്നാലും നമ്മൾക്ക് കാടയ്ക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കില്ല കേട്ടോ. ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവർ പൗഡർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ എന്തെങ്കിലും ഒക്കെ ഒഴിക്കണ്ടോ. അപ്പൊ ഞാനിപ്പോ അവിടെ വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ മസാല കൂട്ടിയിട്ട് കുറെ സമയം വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഇത് നന്നായിട്ട് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല കൂട്ടി വെക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇത് ഞാനിതാ കുറേ സമയം വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്തിട്ട് ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ചട്ടി എടുത്തിട്ട് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കറിവേപ്പിലിട്ട് പൊരിച്ചെടുക്കാം ഇട്ട് പൊരിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മധുഹൂത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ അത് 2 ട്രിപ്പായിട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ ട്രിപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാട പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാട പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടികളാണ് കേട്ടോ. പിന്നെ പായസത്തിനുള്ള പരിപാടിയാണ് കേട്ടോ. ചൗവരി സേമിയനും ഇട്ടിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 പേക്ക് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാല് ഒരു പാത്രത്തിലിട്ട് തിളപ്പിക്കാം കേട്ടോ. പിന്നെ ഞാനിത് അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ പിന്നെ സേമിയനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സേമിയനും റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കാരമൽ പായസം കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചട്ടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റീൽ വെക്കുമ്പോൾ. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടി വെക്കുമ്പോൾ നല്ലോ ശ്രദ്ധിക്കണം കേട്ടോ. തീയൊക്കെ പെട്ടെന്ന് ചട്ടി ഇങ്ങനെ പുകഞ്ഞു പോകട്ടോ. അപ്പോൾ അതിൽ പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കുള്ളൂ കേട്ടോ. ഇനി അത് അലിഞ്ഞ് വന്നോളൂ കേട്ടോ. തന്നെ അലിഞ്ഞ് വന്നോളും. അങ്ങനെ ഞാൻ ഈസി കുക്കുമ്മൽ പാലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൗവരി കൂടുതൽ കുതിർത്തിയിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ കാരമലിലാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. പിന്നെ കുറച്ച് ശർക്കരയാണ് കേട്ടോ. ശർക്കര കൊണ്ടാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കണത്, പഞ്ചസാര കൊണ്ടല്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉരുകി കിട്ടും ശർക്കര. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മളെ ചൗവരി ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം. പിന്നെ ആണ്ടോ ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ശർക്കര ഇതാ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സേമിയനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ശർക്കരയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ പായസവും ശർക്കരയും പാലും ഒക്കെ കൂടി ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഏലക്ക് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഇത്. അതൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണ്ടോ. നമ്മൾ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പായസം റെഡി ആയിട്ടോ. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാണ്ട്. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ച് അണ്ടി മുന്തിരി വറുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പായസം. അങ്ങനെ ഇതാ ഉഷാറായിട്ട് പായസം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ. തൈര് സാലഡ് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കുടി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടോ നമ്മൾ ഇനി ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. അടിപൊളി മധുഹൂത്ത് കേട്ടോ. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. നമ്മളെ മധുഹൂത്ത് നല്ല സൂപ്പർ ആയിക്കിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മള് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ചിക്കൻ നല്ലോണം വേവണം കേട്ടോ നമുക്ക്, എന്നാലും നമ്മളെ മധുഹൂത്തിന് ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാട ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ നമ്മൾ 3 ആളും ഇതാ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞാൻ ഈ ചിക്കൻ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഇതാ നമ്മളെ കാലായിട്ടുണ്ടോ ചിക്കൻ്റെ. അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവരും മധുഹൂത്തൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങളതൊന്ന് ഉണ്ടാക്കി കമന്റ് ചെയ്യുക. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.